ഇന്ന് രാവിലെ തന്നെ നല്ല മഴ. ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലുതായിട്ട് അടുക്കളപ്പണിയൊന്നുമില്ലായിരുന്നു. അപ്പം വിചാരിച്ചു കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി വെക്കാമെന്ന്. ഇന്നലെ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഞാൻ കൂടുതലും നമ്മുടെ ലക്ഷ്മി ചേച്ചി ഉണ്ട്, ലക്ഷ്മി നായർ ബ്ലോഗ്സാണ് കാണുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഈ വീഡിയോ കാണും, സ്ക്രോൾ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ, നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. പക്ഷേ പലരും വീഡിയോ കാണും, എന്നിട്ട് അതിനെപ്പറ്റി മനസ്സിലൊരു അഭിപ്രായം പറയും. ഇവളുമാർക്കൊന്നും വേറെ പണിയില്ലയോ, രാവിലെ എണീക്കുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. നിങ്ങൾക്കിഷ്ടമല്ലേ നിങ്ങൾ കാണണ്ട, നിങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് വയ്ക്കുമോ. അതുപോലെ തന്നെ പലരും പറയുന്നൊരു ചോദ്യം, പൈസയ്ക്ക് വേണ്ടിയാണോ ഈ വീഡിയോ ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ വീഡിയോ പൈസയ്ക്ക് വേണ്ടിയാണോ, അതോ പൈസ കിട്ടി തുടങ്ങിയോ? ഇതൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. അവരെക്കൊണ്ട് അതിനൊരു കഴിവില്ല എങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും അവരെ കൊണ്ട് കഴിവില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത്, അവർക്കിനി പൈസ കിട്ടുന്നുണ്ടോ, ഇത് എളുപ്പപ്പണിയാണോ എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും. അങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ട്. ഞാനിവരെ ആരെയും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഇത് കാണുന്ന നിങ്ങളോടൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ? ചില ആളുകൾ അങ്ങനെയുള്ളവരാണ്, കാണും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ അവൾക്കിപ്പോൾ പൈസ, അല്ലെങ്കിൽ ഞാനിപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൾക്കിപ്പം 1000 സബ്സ്ക്രൈബറൊന്നും ആവണ്ട. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ഈ ഷോർട്സൊക്കെ ഏകദേശം 2K ഒക്കെ വ്യൂസ് വരാറുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇതുവരെയും 1000 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല. അതെന്താ അങ്ങനെയെന്ന് അറിയത്തില്ല. പിന്നെ സാരമില്ല, കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, കുറച്ചെങ്കിലും ലൈക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഡയമണ്ട് കട്ട്സിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ളവർ കാണുക. പിന്നെ ഈ ഷോർട്സ് കണ്ടപ്പോഴേ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. 10 മിനിറ്റ് ഒന്നുമല്ല കേട്ടോ, ഒരു അരമണിക്കൂർ എന്തായാലും വേണം. കാരണം ഇത്രയും വറുത്തെടുക്കാൻ തന്നെ ഒരു സമയം പിടിക്കും. അതുകൊണ്ട് ഏത് കാര്യമായാലും അതിന് ക്ഷമ വേണം. അതുപോലെ തന്നെയാണ് പാചകവും. നമ്മൾ ക്ഷമയോട് നിന്ന് അത് ഫ്രൈ ചെയ്തെടുക്കണം, അതിൻ്റെ പാകം നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അത് തന്നെയാണ് ഈ ചക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഇത് ക്രിസ്പിനെസ് എല്ലാം പോകുന്ന ചക്കയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്തോ ചെയ്യും, കുറച്ച് ചക്കയെടുത്ത് വറുത്ത് നോക്കും. ഇത് നല്ലതാണെങ്കിൽ നമ്മളത് ഫുള്ള് വറക്കും. അതുപോലെയാണ് എല്ലാ കാര്യവും. നമ്മൾ ആദ്യമേ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ഡയമണ്ട് കട്ട്സ് ആയാലും ഞാനിവിടെ 2 കപ്പേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ എന്നാലും ഒരു